കർത്താവായ യേശു ക്രിസ്തുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ജോഷയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. സ്നേഹമുള്ളവരെ, ഒരു ദൈവവിശ്വാസിക്ക് ഏറ്റവും ആദ്യം ആവശ്യമായിരിക്കുന്ന ഒന്നാണ് വിശുദ്ധിയും പ്രാർത്ഥനയും. പ്രാർത്ഥനയില്ലാത്ത ജീവിതം ആയുധമില്ലാത്ത പട്ടാളക്കാരനെ പോലെയാണ്. ദൈവവചനം നിശ്ചയമായും നമ്മെ സഹായിക്കുന്നുണ്ട് എന്ന് നാം വിശ്വസിക്കണം. മനസ്സിൽ ഉറപ്പിച്ച് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയണം. നീ എന്ത് പ്രത്യാശിക്കുന്നുവോ അത് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് നിനക്ക് ലഭിക്കുമെന്ന് ഉറപ്പിക്കുക, വിശ്വസിക്കുക. 1 യോഹന്നാൻ 5-ാം അധ്യായം 14-ാം വാക്യം ഇങ്ങനെ വ്യക്തമാക്കുന്നു: അവന്റെ ഇഷ്ടമനുസരിച്ച് എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. അതുകൊണ്ട് യേശുവിൽ വിശ്വസിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ അവിടുത്തെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചോദിക്കാം, വിശ്വസിക്കാം. തിരുവചനം പറയുന്നു, വിശ്വാസം എന്ന് പറയുന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. സ്നേഹമുള്ളവരെ, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നാം വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഒരുവനെയും കൈവിടാത്ത ഒരു നല്ല ദൈവമാണ് നമുക്കുള്ളത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവം സകലതും അബ്രഹാമിന് അനുഗ്രഹിച്ചു നൽകി. നമുക്കും വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം, ദൈവം നമ്മെ അനുഗ്രഹിക്കും. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അതു നീതിക്കായി കണക്കിട്ടല്ലേ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അതു നീതിക്കായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. പ്രാർത്ഥിക്കും തോറും നമ്മെ കരുതുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തിലാണ് നമ്മുടെ വിശ്വാസം. അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നമ്മുടെ ദൈവം. ഇസഹാക്കിൻ്റെ പ്രാർത്ഥന കേട്ട ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും, നമ്മെ അനുഗ്രഹിക്കും. ഇസഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി നൂറുമേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. ഇസഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി നൂറുമേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം,
പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ഹല്ലേലൂയ. നമുക്ക് ആരാധിക്കാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുകൾ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ഹല്ലേലൂയ. യാക്കോബ് ദൈവത്തെ ആരാധിച്ചപ്പോൾ യാബോക്ക് എന്ന കടവിൽ കടന്നു വന്ന് അവനെ അനുഗ്രഹിച്ച, സമൃദ്ധമായി അനുഗ്രഹിച്ച ദൈവത്തിൽ നമുക്കും വിശ്വസിക്കാം, നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം ഇന്ന് ഇടപെടട്ടെ. യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോൾ യഹോവയ്ക്കു തക്ക മഹത്വം കൊടുത്തപ്പോൾ. ഗ്ലോറി. യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോൾ യഹോവയ്ക്കു തക്ക മഹത്വം കൊടുത്തപ്പോൾ. യാബോക്കെന്ന കടവിൽ അനുഗ്രഹമായി ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. യാബോക്കെന്ന കടവിൽ അനുഗ്രഹമായി ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുകൾ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ആമേൻ. ഇന്നേ ദിവസം വിശുദ്ധിയോടെ ദൈവത്തിന് മുമ്പിൽ നാം അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.